നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് പോകുന്നത് വളരെ പ്രശസ്തമായ ക്ഷേത്രത്തിലേക്കാണ്. കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടം നമുക്ക് അറിയാൻ പറ്റും എന്താണെന്ന്. ഇത് പാമ്പമ്മേക്കാട് ക്ഷേത്രമാണ്. സർപ്പകോപങ്ങൾക്കും സർപ്പദോഷങ്ങൾക്കും വളരെ പ്രശസ്തമായൊരു ക്ഷേത്രം പാമ്പമ്മേക്കാട് നാഗദൈവ ക്ഷേത്രം. നമ്മുടെ കേരളത്തിൽ തന്നെ 1, 2, 3 ക്ഷേത്രങ്ങളാണെങ്കിൽ ഈ സർപ്പദൈവങ്ങളെ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങൾ ഉണ്ടാവുള്ളൂ. അതിലും വളരെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് ഈ വടമ പാമ്പമ്മേക്കാട് ക്ഷേത്രം. നോക്കി അമ്പലത്തിൻ്റെ ഒന്ന് കാണാം. ഇവിടെ തന്നെ ഒരു സർപ്പത്തിന് ഒരു കിണറുമ്മ സർപ്പം ചുറ്റി നിൽക്കുന്ന ഒരു പ്രതിമയുണ്ട്. ടേബിളുണ്ട്. നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. ഫ്രണ്ടിൽ പോയാൽ ഫ്രണ്ടിൽ പോയത് അവിടെ നല്ലൊരു മനയാണത്. അമ്പത്തർ മന ഇല്ലം എന്നൊക്കെ പറയണ മന ഫേമസ് ഒരു മനയാണ്. ഇവിടെയാണ് നമ്മുടെ നാഗരാജാവിനെ കണ്ടു തൊഴാനായിട്ട് നമ്മൾ പോണത്. ഇവിടെ നോക്കി തൊഴാം. അവിടെ വിളക്ക് കാണാം. അവിടെയാണ് പ്രതിഷ്ഠ. ഇതാണ് നമ്മുടെ നാഗരാജ പ്രതിഷ്ഠ, മെയിൻ പ്രതിഷ്ഠ എടുത്ത. നമ്മളത് വേറൊരു ഇതിൻ്റെ തന്നെ നാഗരാജാവിൻ്റെ തന്നെ വേറൊരു കാവ് എന്ന് പറയും, സർപ്പക്കാവ് എന്ന് പറയുള്ളൊരു കാവ്. ആ കാവിലേക്കാണ് നമ്മൾ പോകണേ. കാവിനടയ്ക്കുന്നു തൊഴണം. അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ പോകുന്ന പ്രസാദ കൗണ്ടർ. പ്രസാദം മേടിക്കാം. പ്രസാദം മേടിക്കുമ്പോൾ വീഡിയോ കൊണ്ടുനടക്കാൻ പറ്റില്ല. ഇതിന് മന നല്ല പഴയ തറവാട് മന, നല്ല രസമുള്ള സംഭവം. ഏരിയ നല്ലൊരു വൈബ്. കൊള്ളാല്ലേ, നല്ല രസമുള്ള മന. ഇത് മാള. ഇത് മാള തൃശ്ശൂർ റൂട്ടാണ്. മാളയിൽ നിന്ന് 3 കിലോമീറ്റർ വടമ എന്ന് പറയും. വടമയിൽ നിന്ന് ലെഫ്റ്റ് ഈ അമ്പലം സ്ഥിതി ചെയ്യണം. ഇവിടെ മെയിൻ പ്രതിഷ്ഠ നാഗരാജാവ്. ഇവിടെ 1-ാം തീയതി മലയാള മാസം 1-ാം തീയതിയാണ് കയറി തൊഴുവാനുള്ള. അകത്ത് കയറി എല്ലാം തൊഴാൻ പറ്റുള്ളൂ. ബാക്കി ദിവസങ്ങളിലെല്ലാം നമുക്ക് പുറത്തുനിന്ന് തൊഴാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാവരും നാഗരാജാവിൻ്റെ പ്രതിഷ്ഠ കണ്ട് തൊഴാൻ സാധിക്കട്ടെ. ഈ വഴിക്ക് വരുമ്പോൾ ഓരോരുത്തരും കയറാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും രാജാവ് ഇവിടേക്ക് വരാൻ തൊഴാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമസ്കാരം. താങ്ക് യു.